പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ലഭിച്ചിരിക്കുന്നു. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ മനു ഭാക്കറിന് വെങ്കലം. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മനു ഭാക്കർ മാറിയിരിക്കുന്നു. വിവരങ്ങളുമായി ശരത് എം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശരത്, സന്തോഷ വാർത്തകൾ വരികയാണ്. ആദ്യ മെഡൽ ലഭിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ പ്രതീക്ഷകളാണ്? തീർച്ചയായും. കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. മനു ഭാക്കറിലൂടെ വെങ്കല മെഡലാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് വെങ്കല മെഡൽ താരം സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ താരത്തിന് ഇത്തരത്തിൽ പ്രതീക്ഷയോടെ ഇറങ്ങിയ താരത്തിന് കഴിഞ്ഞ ഒളിമ്പിക്സിൽ കണ്ണീരോട് മടങ്ങേണ്ടി വന്നു. എന്നാൽ ആ കണ്ണീരിന് ഒരു മധുര പ്രതികാരം ഈ ഒരു ഒളിമ്പിക്സിലൂടെ, പാരീസ് ഒളിമ്പിക്സിലൂടെ താരം മറുപടി കൊടുത്തിരിക്കുകയാണ്. വെങ്കല മെഡൽ നേട്ടമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിലെടുത്ത് പറയേണ്ടത് കൊറിയയുടെ താരങ്ങളായ രണ്ട് താരങ്ങളുമായി ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് താരം വെങ്കല മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ സ്വർണ്ണമോ ഒരുപക്ഷെ വെള്ളിയോ സ്വന്തമാക്കുന്ന തരത്തിലേക്ക് താരത്തിന്റെ പ്രകടനം ഉയർന്നിരുന്നു. പക്ഷേ താരത്തിന് അവസാന നിമിഷം ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ അത് ആ ഒരു മെഡൽ വെങ്കലമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് ആദ്യ മെഡൽ ഒരുപക്ഷെ ഒരു സ്വർണ്ണമോ വെള്ളിയോ ആകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എന്തായാലും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ മെഡൽ മനു ഭാക്കറിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം താരം ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ പറയുകയാണെങ്കിൽ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ദിവസം തന്നെയാണ്. ഇന്ന് ഇന്ത്യയുടെ പല താരങ്ങളും ഷൂട്ടിങ്ങിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട്. രമിത ജിണ്ടാൽ ഇന്ന് ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിന് ഒപ്പം തന്നെ മധുരം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യ മെഡൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ സ്വന്തമാക്കിയത് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറാണ് ആ ഒരു മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്ക് മനു ഭാക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹരിയാന സ്വദേശിയായ മനു ഭാക്കർ ഇതിനു മുമ്പ്, അതായത് പാരീസ് ഒളിമ്പിക്സിന് മുമ്പ് നടന്ന മറ്റൊരു ഒളിമ്പിക്സിൽ, തൊട്ടു മുമ്പ് നടന്ന ഒളിമ്പിക്സിൽ താരത്തിന് മെഡൽ നേടുവാൻ സാധിച്ചില്ല. വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയ താരത്തിന് അന്ന് മെഡൽ നേടുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നടന്ന ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ താരം മികച്ച പ്രകടനത്തോടു കൂടി തന്നെ വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ 16 വയസ്സുള്ളപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരം കൂടിയാണ് മനു ഭാക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ അടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത് ടീമിനത്തിൽ സ്വർണ്ണമടക്കം നേടിയ താരമാണ് മനു ഭാക്കർ. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഈ സ്വർണ്ണ നേട്ടം എടുത്തു പറയുമ്പോൾ വനിതകളിൽ ആദ്യമായിട്ടാണ് ഒരു വനിത സ്വർണം, അതായത് ഒരു മെഡൽ ഇന്ത്യക്കായി ഷൂട്ടിങ്ങിൽ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ ഷൂട്ടിങ്ങിൽ ഇന്ത്യ മെഡൽ നേടുന്നത് 12 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. ഇതിനു മുമ്പ് നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലും റിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുവാൻ സാധിച്ചിരുന്നില്ല. അതിനു മുമ്പ് നടന്ന 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ഇന്ത്യ അവസാനമായി ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയത്. അന്ന് വിജയ് കുമാറിലൂടെ വെള്ളിയും ഗഗൻ നാരംഗിലൂടെ വെങ്കലവും സ്വന്തമാക്കിയായിരുന്നു ഇന്ത്യ അന്ന് ഷൂട്ടിങ്ങിൽ. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു വനിതാ താരത്തിലൂടെ ഇന്ത്യ ഒരു 12 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു നിമിഷം കൂടിയാണ്. ഇനിയും ഷൂട്ടിങ്ങിൽ വളരെ മെഡൽ പ്രതീക്ഷയുള്ള രമിത ജിണ്ടാൽ അടക്കമുള്ള താരങ്ങൾ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഏതായാലും ഷൂട്ടിങ്ങിൽ ഇനിയും മെഡൽ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. 5ാം സ്ഥാനത്തായിട്ടാണ് ഇന്ത്യ ഷൂട്ടിങ്ങിൽ രമിത ജിണ്ടാൽ അടക്കമുള്ള താരങ്ങൾ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇനി വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇന്ത്യക്ക് ഷൂട്ടിംഗ് ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിന്നും നമുക്കൊരു മെഡൽ പ്രതീക്ഷയുള്ള വാർത്തകൾ തന്നെ നമുക്ക് ഇനിയും ലഭിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്ത് തന്നെയാലും ഇന്ത്യ 2ാം ദിനം മികച്ച രീതിയിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ദിനം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യക്ക് ഷൂട്ടിങ്ങിൽ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ നിരാശയ്ക്കെല്ലാം ശമനം കുറിക്കുന്ന രീതിയിൽ മികച്ച പ്രകടനമാണ് മനു ഭാക്കറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു വനിതാ താരം 10 മീറ്റർ എയർ പിസ്റ്റളിൽ മെഡൽ നേടുന്നത് ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഒരു വനിതാ താരം മെഡൽ നേടുന്നത്. അതും 12 വർഷങ്ങൾക്ക് ഇപ്പുറം. അന്ന് വിജയകുമാറും ഗഗൻ നാരംഗും നേടിയ ആ ഒരു മെഡൽ നേട്ടത്തിന് ഇപ്പുറം 12 വർഷങ്ങൾക്ക് ഇപ്പുറം, അതായത് 2 ഒളിമ്പിക്സുകൾക്ക് ഇപ്പുറം ഇന്ത്യ വീണ്ടും ഷൂട്ടിങ്ങിൽ ഒരു മെഡൽ സ്വന്തമാക്കുന്നു. അത് മനു ഭാക്കറുടെ വെങ്കല മെഡൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരത്ത്, ഇന്ന് മെഡൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഏതൊക്കെ ഇനങ്ങളിലാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള താരങ്ങൾ മത്സരിക്കുന്നത്? ഇന്ന് എടുത്തു പറയേണ്ടത്, നമ്മൾ ഏറ്റവും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു താരം മനു ഭാക്കർ തന്നെയായിരുന്നു. കാരണം താരം കഴിഞ്ഞ ദിവസം തന്നെ ഫൈനൽ പ്രവേശിച്ചപ്പോൾ നമ്മളൊരു മെഡൽ ലക്ഷ്യമിട്ട് തന്നെയാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ താരം ഇതുപോലെ മെഡൽ നഷ്ടമായപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി കൊടുക്കുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിരുന്നു. പക്ഷേ അതൊരു വെങ്കല മെഡലാണ് എന്നുള്ളതാണ് നമുക്ക് അല്പമെങ്കിലും ആ ഒരു സന്തോഷത്തിന് ആക്കം കുറയ്ക്കുന്നത്. പക്ഷേ മെഡൽ എന്ത് തന്നെയായാലും അതിൽ അഭിമാനമുണ്ട്. പക്ഷേ സ്വർണ്ണമോ അല്ലെങ്കിൽ വെള്ളിയോ താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് തുഴച്ചിലിൽ ഇന്ന് മത്സരമുണ്ട്. ഫൈനൽ റൗണ്ട് അടക്കം ഇന്ന് നടക്കും. അതുപോലെ തന്നെ ദീപിക കുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരും അതായത് ക്വാർട്ടറിൽ പ്രവേശിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ക്വാർട്ടറും സെമിയും അതുപോലെ തന്നെ മെഡലിന്റെ ഫൈനൽ മത്സരം അടക്കം ഇന്ന് നടക്കും. അപ്പോൾ ആ ഒരു ഇനത്തിലും ഇന്ത്യ ഇന്ന് മെഡൽ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. ദീപിക കുമാരി, അതായത് ഒളിമ്പിക്സിന് ഉദ്ഘാടന ചടങ്ങ്, അത് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞത്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ അമ്പെയ്ത്തിന്റെ മത്സരങ്ങൾക്കൊക്കെ ആദ്യമേ തുടക്കം കുറിച്ചിരുന്നു. ആ ഒരു മത്സരത്തിലാണ് ദീപിക കുമാരി നയിക്കുന്ന വനിതാ സംഘവും പുരുഷ സംഘവും ഇത്തരത്തിൽ അമ്പെയ്ത്ത്
അമ്പെയ്ത്തിൽ ഫൈനലിലേക്ക് പ്രവേശിച്ചിരുന്നത്, അതായത് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ ആ ക്വാർട്ടർ മത്സരങ്ങൾ ഇന്നാണ് നടക്കുക. ഇന്ന് തന്നെ ആ ക്വാർട്ടറും സെമിയും അതുപോലെ തന്നെ മെഡൽ ലഭിക്കുന്നുള്ള ആ ഒരു മത്സരവും ഇന്ന് തന്നെ നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പെയ്ത്തിലും ഒരു മികച്ച ഒരു പോരാട്ടം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അമ്പെയ്ത്തിലും നമുക്കൊരു മെഡൽ പ്രതീക്ഷ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും വനിതകളുടെ അമ്പെയ്ത്തിലെ ക്വാർട്ടർ മത്സരങ്ങൾ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. പുരുഷന്മാരുടെ മറ്റൊരു ദിവസമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ത്യൻ താരങ്ങൾ മെഡൽ ലക്ഷ്യം വെച്ച് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ, ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരതം നേടിയ 7 മെഡലുകൾ എന്ന നേട്ടം മറികടന്ന് അത് 2 അക്കത്തിലെത്തിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും അതിന് തുടക്കം കുറിച്ചുകൊണ്ട് മനു ഭാക്കർ ഒരു വെങ്കലത്തിലൂടെ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ ഇന്ത്യൻ താരങ്ങളിൽ നിന്നും മികച്ച പ്രകടനം ഉണ്ടാകും. അതായത് ഇന്ത്യ ആ ഒരു മെഡൽ നേട്ടം മറികടന്ന് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ ആ ഒരു മെഡൽ നേട്ടം മറികടന്ന് സ്വർണ്ണവും വെള്ളിയും അടക്കം നിരവധി മെഡലുകൾ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ കായിക പ്രേമികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. യെസ്, തീർച്ചയായും മെഡലുകൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങിൽ മനു ഭാക്കറിന് വെങ്കലം. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മനു ഭാക്കർ മാറിയിരിക്കുന്നു. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് ശരത്താണ് വിവരങ്ങൾ നൽകിയത്.